C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എനിക്ക് എന്റെ സിദ്ധുവിനെ കാണണം. ഇങ്ങനെ അനങ്ങാ പറയ പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയൂ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ അവൻ തിരിച്ചു വരും. ആർക്ക് വേണമെങ്കിൽ? മോനെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് പറയുന്നത് കേട്ടില്ലേ? അത്ര വലിയ വിഷമമാണെങ്കിൽ മഞ്ജു പോ അവന്റെ കൂടെ. പോകാൻ തന്നെയാ എന്റെ തീരുമാനം. അതാ നല്ലത്. നേരം വെളുക്കുന്നതിന് മുൻപ് എന്റെ മോനെ വീട്ടിൽ തിരിച്ചു വന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. പോകാൻ പറഞ്ഞില്ലേ? ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട പ്രഭേ. അയ്യോ, ഇതാകെ തണുത്തിരിക്കില്ലേ, ഒന്ന് ചൂടായി കൊണ്ടുവാ. അത്താഴ പ്രശ്നം കിടക്കാതെ ഇങ്ങോട്ട് വാ അമ്മി. എനിക്ക് വേണ്ട പ്രഭേ, ആഹാരം ഇറങ്ങില്ല, അതുകൊണ്ടാ. രാത്രി ഇത്രയായിട്ടും അപ്പൂനെ കാണാനില്ല. ഞാൻ എങ്ങനെ അത്താഴം കഴിക്കുന്നേ? അത് പോയിന്റ്. എന്ത് പോയിന്റ്? ആമി അവളെ നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുവാന്ന് അറിയാത്തവളൊന്നും അല്ലല്ലോ. അതുപോലെ അവള് വരാതെ ഒന്നും കഴിക്കൂല എന്നും അറിയാം. ഈ നേരം വരെയായിട്ടൊന്ന് വിളിച്ചോ, ഒരു മെസ്സേജ് അയച്ചോ അവള്? അപ്പൂന് എന്തെങ്കിലും പറ്റിയോന്ന് എന്റെ ഇപ്പോഴത്തെ പേടി. ആമി ഒന്നും മിണ്ടാതിരുന്നേ അമ്മി. അപ്പൊ ഏതെങ്കിലും കൂട്ടുകാരികളെ ക്യാമ്പിലെത്തിയിട്ടുണ്ടാവും. ഇപ്പൊ അവൾ അവിടെ ഇപ്പൊ അടിച്ചു പൊളിക്കായിരിക്കും. നമുക്ക് വണ്ടിയായിട്ടൊന്ന് കറങ്ങിയാലോ? കറങ്ങാൻ അത്ര നിർബന്ധമാണെങ്കിൽ അത് ഇവിടെ ഒന്ന് വട്ടം കറങ്ങിക്കോ. അതിന് പറ്റിയ മൂഡിലാണല്ലോ, അല്ലാതെ വണ്ടി എടുക്കണ്ട. ആമി നന്ദിയില്ലാത്ത പെണ്ണ അവള്. അല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് ആമീനെ ഒരു മിസ് കോളെങ്കിലും അവൾ അടുപ്പിക്കൂലേ? ഇനിയിപ്പോ നേരം വിളിക്കുമ്പോ എവിടെന്നെങ്കിലും കേറി വരും. അന്നേരം ആമിയുടെ സ്ഥാനം എന്താണെന്ന് ആമി കാണിച്ചു കൊടുക്കണം. മര്യാദ പഠിപ്പിക്കണം അവളെ. രാത്രി വല്ലയിടത്തും പോയി കിടന്നിട്ട് എന്റെ പൊന്നെ എനിക്ക് നാവ് ചൊറിഞ്ഞു വരുന്നു. ആമി വല്ലയിടത്തും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഇതും കൂടി കഴിക്കുമോ കേട്ടാ? ചൂടാകട്ടെ എന്നാ കറി. മുമ്പൊരിക്കൽ ഇതുപോലെ നമ്മള് രാത്രിയിലൂടെ വന്നോർക്കുണ്ടോ? സോളമൻ സോഫിയോട് പ്രണയം തുറന്നു പറഞ്ഞ ദിവസല്ലേ? അതങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ലല്ലോ. മമ്മി ഒന്ന് വിളിക്കണമെന്ന് തോന്നോ? ആമയെ വിളിക്കണമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പാവത്തിനോട് വഴക്കിട്ട് ഇറങ്ങിയതല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വിളിച്ചാ നമ്മൾ എവിടെയാന്ന് ചോദിക്കും. എങ്ങനെ പറയാതിരിക്കുക? രണ്ടാളും കൂടെ ഉടനെ ഇങ്ങോട്ട് വരികയും ചെയ്യും. പിന്നെ നമ്മുടെ പ്ലാനൊന്നും നടക്കാതെ വരും. പ്ലാനോ? ഞാൻ ചിലത് മനസ്സിൽ കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ എത്ര ഒളിച്ചു താമസിച്ചാലും 2 ദിവസം കഴിയുമ്പോ പപ്പ അറിയും നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന്. ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് പപ്പ അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല. ആ നിമിഷം ഇവിടെ വന്നിട്ട് നമ്മളോടങ്ങ് ഇറങ്ങി പോവാൻ പറയും. ഒരുമിച്ച് താമസിക്കാൻ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധോന്ന് ചോദിക്കും. വിവാഹം കഴിക്കാനിരിക്കുന്നവർ എന്ന് പറയുന്നത് ഒരു ബന്ധം അല്ലല്ലോ. പക്ഷെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാലോ പിന്നെ പപ്പ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ വിവാഹം കഴിക്കുന്നു ഉടനെ. സിദ്ധുവേട്ടാ, നാളെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുന്നു. പിന്നെ നാളെ അവധി ദിവസം ആയതുകൊണ്ട് മറ്റന്നാൾ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നു. നമ്മുടെ കല്യാണം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. വിളിക്കൂ ആമി.
വിളിക്കേണ്ട ആവശ്യം വന്നിരിക്കാ ഇപ്പോ. നാളെ താലികെട്ട് നടക്കുമ്പോ വധുവിന്റെ അമ്മ ദക്ഷിണ വാങ്ങി അനുഗ്രഹിക്കണ്ടേ? എന്താ? ഇവരിന്ന് പറഞ്ഞപ്പോഴാ ഞാനും അറിയുന്നത് സിദ്ധു അപ്പവും രജിസ്റ്റർ മാരേജ് നടത്താൻ പോവാണെന്ന്. കല്യാണം രജിസ്റ്റർ ചെയ്യാനോ? അതെന്താ അങ്ങനെ? മോള് തന്നെ പറയും. മമ്മിയൊക്കെ ഫോൺ കൊടുത്തേ. കൊടുക്കാം. ആമിക്ക് ദേഷ്യമായെന്ന് തോന്നുന്നു. അപ്പു സ്പീക്കറിലിടെ. ഹലോ, ആമി, നിങ്ങൾ രണ്ടുപേരും എന്താ ആരോരും ഇല്ലാത്ത അനാഥനാണോ? രജിസ്റ്റർ കല്യാണം നടത്താൻ പോവാണ് പോലും. ആരോട് ചോദിച്ചിട്ടാ? ആരുമായി ആലോചിച്ചിട്ടാ? ആരോട് ആലോചിക്കണം നിനക്കുള്ളത്? അത് ഞാൻ മറന്നുപോയി മോളെ. സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ആളാണല്ലോ. പക്ഷെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. നിന്നെ വളർത്തിയെന്നൊരു തെറ്റ്. അതിന് പക്ഷെ ഇങ്ങനെ അങ്ങ് ശിക്ഷിക്കരുതപ്പൂ. എങ്ങനെങ്കിലും ഞാൻ അറിഞ്ഞല്ലോ. അങ്ങനെ സമാധാനിക്കാം. എടോ, ആ ഫോണിൽ നിന്ന് അമ്മി, ഞാനാ. സിദ്ധുവിനെങ്കിലും കുറച്ച് വകതിരിവ് കാണിക്കായിരുന്നു. അമ്മി, അങ്ങനെയല്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. അമ്മി, അപ്പൂനും എനിക്കും എന്നാണെങ്കിലും അമ്മയും മമ്മിയൊക്കെ ഉള്ളൂന്നറിയാം. എന്നിട്ടായിരിക്കും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതല്ലേ? ഞങ്ങളെ സ്നേഹിക്കുന്നവര് നാളെ വിഷമിക്കാൻ പാടില്ല അമ്മി. അതാ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അമ്മി, അപ്പും ഞാനും ഒന്നിക്കുന്നതില് അമ്മയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? അമ്മി, അതിനിപ്പോ ഇതേ വഴിയുള്ളൂ. ഞങ്ങളുടെ വിവാഹത്തെ എതിർക്കുന്ന പപ്പയെ നിശബ്ദനാക്കാൻ കഴിയുന്നത് നേരത്തെ വിവാഹം കഴിക്കണം. ഞങ്ങൾ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതിനർത്ഥം അപ്പു ആമയെ ധിക്കരിക്കുന്നുവെന്നോ അവഗണിക്കുന്നുവെന്നോ ഒന്നുമല്ല. ആമി, ആമയ്ക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസില് ആമിയും വരണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. ആമി, ഹലോ. ഹലോ, ഹലോ ആമി, ഹലോ. ഫോൺ വെച്ചു. എന്റെ കല്യാണത്തിന് ആമി വരില്ലേ മമ്മി? മോളെ, രജിസ്റ്റർ കല്യാണോ? കൽത്തോട്ടത്തിലോ? എന്താ ഞാനീ കേക്കണത്? എന്നിട്ട് ആമി എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറയത്തില്ല. പറഞ്ഞാലും കേക്കത്തില്ലല്ലോ. ഇവിടത്തെ കുഞ്ഞാത്തോലെ പറഞ്ഞാ കേക്കുന്ന മോളായിരുന്നെങ്കിൽ ഇപ്പോഴേ ആമിയോട് പിണങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമായിരുന്നോ? എന്റെ പ്രഭയ്ക്ക് വരെ ഫീൽ ചെയ്തു. ഒരരിശത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി എന്ന് വിചാരിക്കുക. പിന്നെ അവളൊന്ന് വിളിച്ചോ? ആമി വിളിച്ചിട്ട് ഫോൺ എടുത്തോ? എന്നിട്ട് ഇപ്പൊ അറിയിപ്പ് വന്നിരിക്കുന്നു, രജിസ്റ്റർ മാരേജ് ആണെന്ന്. എവിടെ വെച്ചാ ആമി കല്യാണം? കുത്തോടത്ത് മണ്ഡപത്തില്. എവിടെ വെച്ചാലും നിനക്കെന്താ? കല്യാണം കല്യാണം തന്നെയല്ലേ? അച്ഛൻ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ചേച്ചിയും ചേട്ടനും ഒളിച്ചോടി പോയൊന്നുമല്ലല്ലോ കല്യാണം കഴിക്കുന്നേ. കതിർ മണ്ഡപത്തിലായാലും രജിസ്റ്റർ ഓഫീസിലായാലും മിന്നെ കിട്ടിയാ പോരെ? മിണ്ടരുത് നീ. അതെ, അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചാ നീ നടക്കുന്നത്. കാലേ പിടിച്ച് നിലത്തടിക്ക് ഞാൻ. ഒന്നേ ഉള്ളൂ എന്നൊന്ന് നോക്കുന്നേ. വാ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? അതെ, ഞാൻ ഒന്ന് രജിസ്റ്റർ കാണട്ടെ. ഓക്കെ മമ്മി. മോളെ,
കല്യാണ പെണ്ണിന്റെ മുഖത്ത് എന്തോ ഒരു തെളിച്ചില്ലാത്ത എന്തു പറ്റി? എനിക്കറിയാം കാര്യം. ആമിയെ ഓർത്തിട്ടാ അല്ലേ മോളെ? നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുൻപും ഞാൻ വിളിച്ചു നോക്കിയതാ. ആമി ഫോൺ എടുത്തില്ല. രാവിലെ കൽത്തോട്ടത്തിൽ പോയി ആമി ഒന്ന് കാണേണ്ടതായിരുന്നു. ദേഷ്യപ്പെട്ടാലും വേണ്ടില്ല, ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങായിരുന്നല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ മോളെ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, താലികെട്ട് കഴിഞ്ഞാലുടൻ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ആമിയെ കാണാം, അനുഗ്രഹവും വാങ്ങിക്കാം. മോള് വിഷമിക്കണ്ട. ഒപ്പിടാൻ സാക്ഷികളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് സാർ. വധൂവരന്മാരുടെ രക്തബന്ധത്തിലുള്ളവരൊന്നും സാക്ഷികളാവാൻ പാടില്ല. ഇല്ല സാർ, ഞാൻ വേറെ ആളോട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഉടക്കായിട്ട് വരുമോ സമയമാകുമ്പോ? ഇല്ല സാർ. എന്നാ റെഡി ആയിക്കോ, ഞാൻ വിളിക്കാം. ഓക്കെ സാർ, താങ്ക് യു സാർ. വാ, നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ഇങ്ങനെ നിക്കണ്ട. അച്ഛാ, ഓ ഓ ഉം. പിന്നെ 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 വിളിക്കാം. ഓ ഓ എടി, നിനക്കിപ്പോ എന്താ വേണ്ടത്? ആമി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞാണോ? കഴിഞ്ഞെങ്കിൽ എന്താ? നിനക്ക് ഇവിടെ നിന്ന് കുറവിടാനാണോ? ഈ അച്ഛൻ അമ്മയുടെ അതേ സ്വഭാവമായി പോയല്ലോ. ദേ കാഞ്ചു, നിനക്ക് കൂടുന്നുണ്ട് കേട്ടോ. ഓ പിന്നെ പോയിരുന്ന് പഠിക്കടി, പോയിരുന്ന് പഠിക്കടി. അച്ഛാ. ചച്ചാക്കീച്ച. ദേ ആമി വന്നല്ലോ. ഓ, പ്രിയപുത്രിക്ക് വിവാഹ മംഗളാശംസകൾ അർപ്പിച്ചിട്ട് വരികയായിരിക്കും അമല ചങ്കര്. ഛേ, എനിക്കിതൊന്നും കാണണ്ട. ഞാനിവിടെ നിന്നാലേ ആമിയോട് വല്ലതും പറഞ്ഞു പോകും, മനസ്സിലായോ? അപ്പു ചേച്ചി ഉണ്ടല്ലോ. കെട്ടുകഴിഞ്ഞ ഉടനെ തന്നെ വെളിച്ചപ്പാട് ഇവൾ ഉപേക്ഷിച്ചോ? ചേച്ചി സിദ്ധുവേട്ടനവിടെ സൊണാലി പോയി. അതെന്താ ആമി? രജിസ്റ്റർ വിവാഹം വേണ്ടി വന്നില്ല. സിദ്ധുവിന്റെ പപ്പ രജിസ്റ്റർ ഓഫീസിൽ വന്നു. 21-ാം തീയതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്യാണം നടത്തി കൊടുക്കാന്ന് സമ്മതിച്ചു. ആണോ? ആ, മൂപ്പരുടെ മനസ്സ് മാറിയതാണോ? അതെന്താ കൊച്ചച്ഛ, പപ്പയുടെ മനസ്സ് മാറണ്ടായിരുന്നോ? ഓ, നിന്റെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു അറിഞ്ഞപ്പോ ഇവിടെ മധു വലിയ ബഹളമായിരുന്നു. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ആമി ഇതെന്തറിഞ്ഞിട്ടാ ആമി? ഞാൻ കുറച്ച് ഒച്ച വെച്ചു എന്നുള്ളത് നേരാ. പക്ഷെ രജിസ്റ്റർ ഓഫീസിൽ ഇവൾ മരണമാല്യം ചാർത്തിയിരുന്നെങ്കിൽ ഇവളെ 2 കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു ഞാൻ. സ്നേഹിക്കുന്ന മനസ്സുകളെ ആർക്കും വേർപെടുത്താനാകത്തില്ല. ഇടചേരാൻ കൊതിക്കുന്ന 2 യുവമിഥുനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഒരു സോണാലി ബംഗ്ലാവും ഇതുവരെ വിജയിച്ച ചരിത്രമില്ല. സ്നേഹത്തിനെതിരെ വാളെടുത്ത സേതുപതി നാരായണന്മാർ ഓടിയൊളിച്ച ചരിത്രമേ ഉള്ളൂ. എടുത്തി വിളിച്ചു പറഞ്ഞു കാര്യങ്ങള്. അങ്ങനെ എല്ലാം അങ്ങ് കലങ്ങി തെളിഞ്ഞല്ലോ. ചില കാര്യങ്ങളൊന്നും കലങ്ങിയാലേ തെളിയത്തുള്ളൂ. എന്നാലും വല്ലാത്തൊരു സസ്പെൻസ് ആയിപ്പോയി. ചേട്ടായി എല്ലാരും ഞെട്ടിച്ചളഞ്ഞു. ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ. നീ വിചാരിച്ചോ എന്റെ മനസ്സ് മാറിയെന്ന്? ഒരിക്കലുമില്ല. ഇന്നത്തെ രജിസ്റ്റർ മാരേജ് ഒഴിവാക്കണമായിരുന്നു. അതിനടുത്തൊരു തന്ത്രമാ ഈ കോംപ്രമൈസ്. അപ്പോ 21-ാം തീയതിയോ? എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം. ആരെ കൊന്നിട്ടായാലും അതിന് മാറ്റമില്ല. എന്താ വരുത്? എന്തൊക്കെയാ ഇവിടെ? എല്ലാം കൊണ്ട് സന്തോഷായി ഏട്ടാ. എന്നാലും മമ്മി സിദ്ധുവിനും കൂടെ ഞങ്ങളെ വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ചു കേട്ടോ. ഇതാ നിൽക്കുന്നു ആള്. എല്ലാം ഇവിടെ പറഞ്ഞാ മതി. ഇവിടെ ഒരാളെ കണ്ണില് നല്ലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു. എടി മതി. മമ്മി, കുഞ്ഞ, പൂജമോള് വാ അകത്തോട്ട്. അപ്പോഴും നമ്മളെ തഴഞ്ഞല്ലേ? ഓ, സിദ്ധുമോ വിരുന്നുകാരനല്ലോ, വീട്ടുകാരനല്ലേ, അതുകൊണ്ടാ പ്രത്യേകം ക്ഷണിക്കാത്തല്ലേ മോളെ. വാ അകത്തോട്ട് പോ. വാ.
കൊള്ളാലോ. പൂക്കളം നമ്മുടെ സൃഷ്ടിയായിരിക്കും. അല്ല, ഞങ്ങളെ രണ്ടുപേരുടെയും കൂടി. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഹാ, എത്തിയോ? പപ്പ വന്നില്ലേ? ആ അതെ, പപ്പ എവിടെ പോയി? വരും മോളെ. പിന്നെന്താ ഒരുമിച്ച് വരാതിരുന്നേ? ഇനി എന്തെങ്കിലും പിണക്കോ പരിഭവോ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ഏയ്, അങ്ങനൊന്നുമില്ല. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്ദരേട്ടനുണ്ട്, അവര് രണ്ടുപേരും കൂടി ഇങ്ങ് വരും. മോൾ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. വേണ്ട മോളെ. ഊണിനല്ലേ ഇടുമ്പോഴത്തേക്കും പപ്പ ഇങ്ങെത്തും. എല്ലാരും പോയ സ്ഥിതിക്ക് നമ്മളും കൽത്തോട്ടത്തിൽ വരെ പോകുന്നതല്ലേ ചേട്ടായി മര്യാദ? ഓണമല്ലേ? എനിക്കൊന്നിലും ശ്രദ്ധ ഉറപ്പിക്കാൻ കഴിയുന്നില്ല സുന്ദര. മനസ്സിന്റെ പിരിമുറുക്കം കൂടി വരികയാ. 21-ാം തീയതിക്ക് മുൻപ് എന്തെങ്കിലും ചെയ്തിരിക്കണം. കൊട്ടേഷൻ കൊടുത്ത് നമുക്ക് ആ പെണ്ണിനെ അങ്ങ് തീർത്താലോ? അതിലെനിക്ക് അത്ര വിശ്വാസം പോരാ. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ചെയ്യണം. അതിനുള്ള ചാൻസ് ഒത്തു കിട്ടണ്ടേ? ഓണസദ്യയിൽ വിഷം ചേർത്ത് അപർണയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുന്നിലിറങ്ങുമായിരുന്നു. ചേട്ടായി, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. തോൽക്കാൻ മനസ്സിലെ സേതുപതിക്ക്. ആണോ? ആ, സൊണാലിയും കൽത്തോട്ടത്തിക്കാരും 2 ടീം. പെട്ടെന്ന് രണ്ടുപേരും കൂടി ഇങ്ങ് വാ. ചേട്ടായി, സുജാതയെ വിളിച്ചത്. നമ്മളങ്ങോട്ട് ചെല്ലുന്നില്ലയോ ഒന്ന്? അവിടെ എല്ലാവരും അന്വേഷിക്കുന്നത്രേ. പോകുന്നില്ലെന്ന് തീരുമാനിച്ചല്ലേ? വടംവലി മത്സരമൊക്കെ ഉണ്ടെന്ന്. നടക്കട്ടെ. എന്ത് മത്സരം? വടംവലി. സുന്ദര, നീ പോകണം കൽത്തോട്ടത്തിലേക്ക്. എന്താ ചേട്ടായി? വടംവലിയിൽ അപർണ പങ്കെടുക്കാതിരിക്കില്ല. മുന്നിൽ ചാടിയിറങ്ങും. നീയും അതിന്റെ കൂട്ടത്തിലുണ്ടാവണം. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും തള്ളി വീഴ്ത്തണം. ഓ, കയ്യിൽ നിന്ന് വടത്തിന്റെ പിടി വിട്ടിട്ടായാലും കുതികാൽ വെച്ചിട്ടായാലും അവളെ തറ പറ്റിക്കണം. നടുവൊടിഞ്ഞ് അവൾ ആശുപത്രിയിലാവണം. കല്യാണം മുടങ്ങണം. പെട്ടെന്ന് പോ. എന്താ ഇത്? എന്തടി അച്ഛന്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമ്മതിദായകരെ, കൽത്തോട്ടത്തിലും സൊനാലിയും തമ്മിലുള്ള വാശിയേറിയ വടംവലി മത്സരം അല്പനിമിഷത്തിനകം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ മത്സരത്തിന്റെ റഫറിയായി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ബഹുമാനപ്പെട്ട എന്നെ തന്നെ ഞാൻ സവിനയം ക്ഷണിക്കുകയാണ്. അപ്പോ സൊനാലിയും കൽത്തോട്ടവും വടത്തിനിരുവശവുമായി അണിനിരന്നേ. അപ്പു ചേച്ചി സിദ്ധുവേട്ടന് ടീം ക്യാപ്റ്റൻ. അത് പിന്നെ സംശയമുണ്ടോ? ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ ജീവിതത്തിൽ വടംവലി തുടങ്ങാൻ പോകുന്നവരാ. ഞാൻ മാറി നിന്ന് കണ്ടോളാം. ഞാനും മാറി നിൽക്കാം. അതൊന്നും പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഇറങ്ങണം. വേണ്ട മോളെ. എന്താ മമ്മി ഇത്? ഓണമല്ലേ, ഒന്ന് കൂടെ നിന്ന് തന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.